തൃശൂർ കോടാലിയിൽ വീട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അനൂഷ് ഇന്ന് ആശുപത്രി വിടും. അനൂഷിനെ കോടാലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. അനൂഷിൻ്റെ സഹോദരൻ ആൾജോയ്ക്ക് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ട കാര്യം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ഒരുപക്ഷെ ഈ കുട്ടിയിൽ ഭയമുണ്ടാകുമെന്നുകൊണ്ടാണ് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണ് വിവരങ്ങൾ? എസ്കാൻ, അങ്ങനെയല്ല. വീട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ അനൂഷിനെ പാമ്പ് കടിച്ചതിന് ശേഷം, ഈ കുട്ടികളെ പാമ്പ് കടിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിൽ ഓരോ ദിവസവും ഈ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പുകളെ കണ്ടെത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബാത്റൂമിൻ്റെ തറ അടക്കം പൊളിച്ച് പരിശോധന നടത്തിയപ്പോൾ അവിടെ ഒന്നും കണ്ടെത്തിയില്ല. പക്ഷേ വീണ്ടും രാത്രി ആകുന്ന സമയത്ത് ആ വീടിനുള്ളിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തുന്ന സാഹചര്യം. അങ്ങനെ ആ വീടിനുള്ളിൽ അതുവരെ ആളുകൾ താമസിച്ചിരുന്നു. ഇപ്പോൾ മുഴുവൻ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി ആ വീടിനുള്ളിൽ ആരെങ്കിലും കിടക്കേണ്ടതുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് നാട്ടുകാരും വനം വകുപ്പും അതുപോലെ തന്നെ ആ വീട്ടുകാരും ഒക്കെ എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. കുട്ടി ഇപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ സുഖമായി അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്കൊരു വാർത്താ സമ്മേളനം, 3 മണിക്കൊരു വാർത്താ സമ്മേളനം അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ കുട്ടിയും അമ്മയും അച്ഛനും ഒക്കെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ശേഷം ഡിസ്ചാർജ് വാങ്ങി ഇവർ നേരെ പോകുന്നത് കൊരട്ടിയിലെ പിതൃ സഹോദരിയുടെ വീട്ടിലേക്കായിരിക്കും. ഈ കുട്ടിയുടെ അച്ഛൻ സിൽജോയുടെ സഹോദരിയുടെ കൊരട്ടിയിലെ വീട്ടിലേക്കായിരിക്കും പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വീട്ടിൽ ഇനി പരിശോധനകൾ നടത്തണം, അല്ലാതെ ആ വീടിനുള്ളിലേക്ക് പോകാൻ അവർക്ക് ഭയമാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ ആ വീട്ടിലും പരിസരത്തും ഇനിയും പാമ്പുകളുണ്ട് എന്ന നിഗമനമാണ് ഉള്ളത്. എന്തായാലും എവിടെയാണ് ഈ പാമ്പ് എവിടെയെങ്കിലും മുട്ടയിട്ട് കിടപ്പുണ്ടോ എന്നൊക്കെയാണ് സംശയമുള്ളത്. എന്തായാലും ഒരു 29ഓളം പാമ്പുകൾ ഒരുപക്ഷേ ഈ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട ഒരുമിച്ച് മുട്ടയിട്ട് വിരിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് ഇനിയും ബാക്കിയും ഇത്തരത്തിലുള്ള പാമ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആ വീട്ടിൽ പൂർണ്ണമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി ആ കുടുംബം അവിടേക്ക് പോവുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.